Activity 1, Birds Our Friends. The picture of several birds are exhibited in the magic wall of Anandu's class. Some pictures from that set are given below. Find out praying birds and draw circles around it. Dear children, ഇപ്പം നമ്മൾക്കറിയാം ഇവിടെ കുറച്ച് ബേർഡ്സിനെ തന്നിട്ടുണ്ട്. അതിലേതാണ് പ്രേയിങ് ബേർഡ്സ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രേയിങ് ബേർഡ്സിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അല്ലേ? പ്രേയിങ് ബേർഡ്സ് അല്ലെങ്കിൽ ഇരപിടിയൻ പക്ഷികൾക്ക് ഷാർപ്പ് വിഷൻ ഉണ്ടാവും, ഷാർപ്പ് കർവ്ഡ് ക്ലോസ് ഉണ്ടാവും, കർവ്ഡ് ബീക്സും ഉണ്ടാവും. അപ്പം തന്നിരിക്കുന്ന പക്ഷികളെ നോക്കൂ. അതിൽ ഏത് രണ്ടെണ്ണമാണ് ഇരപിടിയൻ? ഔൾ ആൻഡ് ഈഗിൾ. അപ്പോൾ രണ്ടിനും നിങ്ങൾ റൗണ്ട് ചെയ്യാം. ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ബേർഡ്സ് ഹെൽപ്പ് ദെം ഇൻ ഗ്യാതറിങ് ഫുഡ്? അവർ തന്ന പിക്ചർ ഫസ്റ്റ് ഡക്കിൻ്റെ ആണ്. ഫ്ലാറ്റ് ബീക്ക്. അവർ തന്നെ നമ്മൾക്ക് അതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. ടു ക്യാച്ച് പ്രേ ഫ്രം മഡ്. അടുത്ത പോയിൻ്റ് നമ്മൾക്ക് എഴുതാം. ഡക്കിൻ്റെ വെബ് ഫീറ്റ്. വെബ്ഡ് ഫീറ്റ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്പ് ഇറ്റ് ടു സ്വിം ഇൻ വാട്ടർ. നെക്സ്റ്റ് ബേർഡ് അവർ തന്നിരിക്കുന്നത് ഏതാണ്? പാരറ്റ് അല്ലേ? അപ്പം പാരറ്റിന് എന്തൊക്കെയാണുള്ളത് നമ്മൾ എഴുതണം. നമുക്ക് കർവ്ഡ് ബീക്ക് എഴുതാം അല്ലേ? ഹൗ ഡസ് ദാറ്റ് ഹെൽപ്പ് പാരറ്റ്? ഇറ്റ് ഹെൽപ്സ് ദ പാരറ്റ്സ് ടു ബ്രേക്ക് ഗ്രെയിൻസ്. അപ്പം അങ്ങനെ ഒരു പോയിൻ്റ് എഴുതാം. പിന്നെ ഫിംഗേഴ്സ് ടു ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്സ്. ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് ദ പാരറ്റ്? എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്ന? It helps it to hold tight on the branches of the trees. Next part C. If the birds are destroyed, what are the problems that may happen in our environment? First point they have given, nature loses its naturality. So, എന്താ പറയുന്നത്? ബേർഡ്സ് ഒക്കെ ഇല്ലാതെ ആയാൽ എന്തൊക്കെയാണ് നമുക്കുണ്ടാവുന്ന പ്രോബ്ലംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ് നമുക്ക് എന്തെഴുതാം? ദർ വിൽ ബി ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പെസ്റ്റ്. പിന്നെ നമുക്ക് ദർ വോണ്ട് ബി സീഡ് ഡിസ്പേഴ്സൽ. പിന്നെ ഫുഡ് ചെയിൻ വിൽ ബി എഫക്റ്റഡ്. പിന്നെ എന്തെഴുതാം? ഡൈവേഴ്സിറ്റി ഓഫ് പ്ലാന്റ്സ് വിൽ ബി എഫക്റ്റഡ്. ഇതൊക്കെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം. ബേർഡ്സ് ഇല്ലാഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആയിട്ട്. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. സെലിബ്രേഷൻസ് ആർട്ട് ഫോംസ്. പിക്ചേഴ്സ് ഓഫ് സം ആർട്ട് ഫോംസ് ഇൻ കേരള ആർ ഗിവൺ ബിലോ. അപ്പം നിങ്ങൾ നോക്കൂ, 3 ചിത്രം തന്നിട്ടുണ്ടല്ലേ. അതിൽ ആദ്യത്തെ ചിത്രം എന്താണ്? ഒപ്പന. രണ്ടാമത്തെ എന്താണ്? മാർഗം കളി. മൂന്നാമത്തേതോ? തിരുവാതിരക്കളി. അവരെന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എമംഗ് ദീസ് വിച്ച് ഇസ് ദ ആർട്ട് ഫോം ഗിവൺ ഇൻ ദ സെക്കൻഡ് പിക്ചർ. അപ്പം നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? മാർഗം കളി. അടുത്തത് ഡ്രോ ആൻഡ് മാച്ച് ആണ്. ഒരു സൈഡിൽ തന്നിരിക്കുന്നു ഓണം, തിരുവാതിരക്കളി, തൃശ്ശൂർ പൂരം, തുള്ളൽ. അടുത്ത സൈഡിൽ കുടമാറ്റം, അത്തച്ചമയം, ഹ്യൂമർ, കേരളീയ വേഷം. അപ്പോൾ നമ്മൾക്കറിയാം ഓണത്തിനോടനുബന്ധിച്ചതാണ് അത്തച്ചമയം. അതുപോലെ തിരുവാതിരക്കളി, കേരളീയ വേഷം, തൃശ്ശൂർ പൂരം, കുടമാറ്റം, തുള്ളൽ, ഹ്യൂമർ. സി വിച്ച് ഇസ് ദിസ് ആർട്ട് ഫോം? പ്രിപ്പയർ എ നോട്ട്. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാകും അത് കഥകളിയുടേതാണ് അല്ലേ? ഇനി അതിനെക്കുറിച്ചൊരു നോട്ട് നമ്മൾ തയ്യാറാക്കണം. കഥകളിയെക്കുറിച്ച് നമ്മൾക്ക് എന്തൊക്കെ പറയാം? ഇറ്റ്സ് എ വേൾഡ് ഫേമസ് ആർട്ട് ഫോം ഓഫ് കേരള അല്ലേ? ഇറ്റ് ഈസ് കോൾഡ് ദ കിങ് ഓഫ് ആർട്സ്. ഇറ്റ്സ് മെയിൻ വേഷംസ് ആർ പച്ച, കത്തി, കരി, താടി ആൻഡ് മിനുക്കു. 5. ഓക്കെ. To promote Kathakali, Vellathol started Kerala Kalamandalam. Kathakali gives importance to dance, acting, music and mudra. ഇത്രയും നിങ്ങൾക്ക് എഴുതിയാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും.
ഇനി അടുത്ത ആക്ടിവിറ്റി 3 അപ്പ് അബവ് ദ സ്കൈ. ഇന്ത്യസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് EduSat is in the orbit. Mangalyaan completed 5 years successfully. India's great jump in the field of space mission. These are the science news pasted in the bulletin board of Science Corner in Sania's class. What are the uses we get through these artificial satellites? Write down. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കുറച്ച് ആൻസേഴ്സൊക്കെ നമുക്ക് കിട്ടും. അതായത് EduSat നിങ്ങൾക്കറിയാം, അത് ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിരുന്നു. അപ്പോൾ 1 നമുക്ക് കിട്ടി, എഡ്യൂക്കേഷണൽ പർപ്പസ്. പിന്നെ മംഗൾയാൻ, ദാറ്റ് വാസ് ടു സ്റ്റഡി അബൌട്ട് മാസ്, അപ്പം ടു സ്റ്റഡി അബൌട്ട് പ്ലാനറ്റ്സ് ആൻഡ് അതർ സാറ്റലൈറ്റ്സ്, അങ്ങനെയും നമുക്ക് എഴുതാം. പിന്നെ നമുക്ക് എഴുതാം വെതർ ഫോർകാസ്റ്റ്, പിന്നെ നാവിഗേഷൻ എഴുതാം, സ്പൈ എഴുതാം, പിന്നെ കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ഔട്ടർ സ്പേസ്, അതർ പ്ലാനറ്റ്സ് എക്സെട്ര, ഇത്രയും നിങ്ങൾക്ക് എഴുതാം. Now let's go to the next question. Draw the picture of the new moon and the full moon day. So new moon day or Amavasi, and you should draw the full moon day Paurnami. So when you draw the Amavasi, first you should draw എന്താണ് നമ്മൾ വരയ്ക്കേണ്ടത്, സണ്ണ്. അതിൻ്റെ സണ്ണിൻ്റെയും എർത്തിൻ്റെയും മിഡിൽ വേണം മൂണിനെ വരയ്ക്കാൻ. ഇവിടെ നമ്മൾ മൂണിനെ കാണുന്നേ ഇല്ല. കാരണം എന്താണ്, ഏത് പാർട്ടാണോ മൂണിൻ്റെ സണ്ണിനെ ഫേസ് ചെയ്യുന്നത് ആ പാർട്ടല്ല എർത്തിനെ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ആ ദിവസം മൂണിനെ കാണാൻ പറ്റില്ല. അതാണ് ന്യൂ മൂൺ ഡേ ഓർ അമാവാസി. ഇനി ഫുൾ മൂൺ ഡേ ആണെങ്കിലോ സണ്ണിനെ വരയ്ക്കുക, പിന്നെ എർത്തിനെ വരയ്ക്കുക, പിന്നെ നമ്മൾ മൂണിനെ വരയ്ക്കണം. ഇതെല്ലാം ഒരു ലൈനിലായിരിക്കണം കേട്ടോ. അപ്പം എന്താ സംഭവിക്കുന്നത്, ഏത് പാർട്ടാണോ മൂണിൻ്റെ സണ്ണിനെ ഫേസ് ചെയ്യുന്നത് ആ പാർട്ട് ഫുള്ളായിട്ട് എർത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഫുൾ മൂൺ ഡേ. Now let's go to the next question. 7th December in 2018 is a new moon day. On which day will be the next full moon day? Select the suitable one and put a tick mark. നമ്മൾക്കറിയാം ഒരു ന്യൂ മൂണും ഫുൾ മൂണും തമ്മിലുള്ള വ്യത്യാസം 15 ഡേയ്സ് ആണ്. അപ്പോൾ അടുത്ത 15 ഡേ ഏതായിരിക്കും വരിക നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ എഴുതുക. അപ്പോൾ നമുക്ക് വരുന്നത് 2018 ഡിസംബർ 22. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്, നമ്മൾ 7 ഡിസംബറിനോട് 15 ഡേയ്സ് ആഡ് ചെയ്തു. അപ്പം നമുക്ക് 22 ഡിസംബർ 2018 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു ഫുൾ മൂൺ തൊട്ട് അടുത്ത ഫുൾ മൂൺ വരെ ആവണമെങ്കിൽ ശരിക്കും എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 29.5 ഡേയ്സ് ആണുള്ളത്. 29.5 ഡേയ്സ്, 29 ഡേയ്സ് ആൻഡ് 12 hours, അത്രയാണ് സമയം ഒരു ഫുൾ മൂണും അടുത്ത ഫുൾ മൂണും തമ്മിലുള്ള വ്യത്യാസം, അടുത്ത ഫുൾ മൂൺ വരാനുള്ള സമയം. Now let us move to the next activity, activity 4. Find out and classify. Classify the things given below and write in a table. എന്തൊക്കെയാണ് നമ്മൾക്ക് തന്ന സാധനങ്ങൾ? ബ്രിക്ക്, പെട്രോൾ, വാട്ടർ വേപ്പർ, കോക്കനട്ട് ഓയിൽ, ചോക്ക്, കിറോസിൻ, പെൻസിൽ, എയർ. ഇതൊക്കെയാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ. ഇതൊക്കെ നമ്മൾ 3 ബോക്സിലായിട്ട് എഴുതണം. അപ്പോൾ ഹെഡിങ് എന്ത് കൊടുക്കും? ഒന്ന് അവർ ഗ്യാസ് തന്നിട്ടുണ്ട്, അപ്പോൾ മറ്റേത് രണ്ടും എന്താണ്? 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്തൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതെഴുതുക. എന്നിട്ട് നമ്മൾ ഈ തന്ന സാധനങ്ങളൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ട് കറക്റ്റായിട്ട് എഴുതുക. ഇത്രയേ ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ സോളിഡിൽ വരുന്നത് എന്തൊക്കെയാണ്? ബ്രിക്ക്, ചോക്ക്, പെൻസിൽ. ലിക്വിഡിൽ വരുന്നതോ പെട്രോൾ, കോക്കനട്ട് ഓയിൽ, കിറോസിൻ. ഗ്യാസിലോ വാട്ടർ വേപ്പർ, എയർ. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഈച്ച് ബോക്സ്. അപ്പോൾ സോളിഡിന് എഴുതുക. സോളിഡിൻ്റെ കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്, സ്പേസ്, നീഡ് സ്പേസ് അല്ലേ, ആൻഡ് ഹാസ് ഗോട്ട് വെയിറ്റ്. ലിക്വിഡിൻ്റെ എന്തൊക്കെ എഴുതും? നോ ഡെഫിനറ്റ് ഷേപ്പ്, നീഡ് സ്പേസ്, ഹാസ് വെയിറ്റ്. അതുപോലെ ഗ്യാസിൻ്റെ എന്തൊക്കെ എഴുതും? നോ ഡെഫിനറ്റ് ഷേപ്പ്, നീഡ് സ്പേസ്,
ഇറ്റ് ഹാസ് ഗോട്ട് വെയ്റ്റ്. ഇങ്ങനെ നമ്മൾ അതിൻ്റെ കോമൺ ഫീച്ചേഴ്സും കൂടി എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ഓഡ് വൺ, പുട്ട് ടിക്ക് മാർക്ക്. പെട്രോൾ, കെറോസിൻ, ഡീസൽ, വാട്ടർ വേപ്പർ. പെട്രോൾ, കെറോസിൻ, ഡീസൽ ഒക്കെ ലിക്വിഡാണ്. അപ്പോൾ ഓഡ് വൺ ആയിട്ടുള്ളത് അവിടെ വാട്ടർ വേപ്പറാണ്. അപ്പം നമ്മൾ വാട്ടർ വേപ്പറിൻ്റെ നേരെ ടിക്ക് ഇടുക. Activity 5, let's know our land. Look at the map of Kerala. Mark the directions. So see, mark the directions എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് എന്താണ്? നോർത്ത്. അതിൻ്റെ ഡൗൺ സൗത്ത് അവർ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നിങ്ങൾ എന്ത് മാർക്ക് ചെയ്യണം? ഈസ്റ്റ്. ലെഫ്റ്റ് സൈഡിൽ എന്ത് മാർക്ക് ചെയ്യണം? വെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാർക്ക് ദ ഫോളോയിങ് പ്ലേസസ് ഇൻ ദ മാപ്പ് ഓഫ് കേരള യൂസിങ് അപ്രോപ്രിയേറ്റ് സിമ്പിൾസ്. അപ്പം സിമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് സിമ്പിൾസ് നിങ്ങൾക്ക് കാണാം. എയർപോർട്ട്, ഒരു എയ്റോപ്ലെയിൻ്റെ ചിത്രം, പിന്നെ ഒരു അംബ്രല്ല ആയിട്ടുള്ളത് ടൂറിസ്റ്റ് സെൻറ്റർ. അങ്ങനെ 2 സിമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഏതൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? കോവളം ടൂറിസ്റ്റ് സെൻറ്റർ. അപ്പോൾ കോവളം എവിടെയാണ്? ട്രിവാൻഡ്രം അല്ലെങ്കിൽ തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ഒരു അംബ്രല്ല മാർക്ക് ചെയ്യുക. ഇനി അടുത്തത് നോക്കൂ, നെടുമ്പാശ്ശേരി എയർപോർട്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ട് എവിടെയാണ്? എറണാകുളത്താണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു ചെറിയ എയ്റോപ്ലെയിൻ വരയ്ക്കുക, എറണാകുളം എടുത്തിട്ട്. അടുത്തത് നോക്കൂ, ബേക്കൽ ഫോർട്ട്. ബേക്കൽ ഫോർട്ട് ഇതേപോലെ ടൂറിസ്റ്റ് സെൻറ്ററാണ്. അപ്പോൾ ചെറിയൊരു അംബ്രല്ല എവിടെ വരയ്ക്കണം? ബേക്കൽ ഫോർട്ട് കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡിൽ മാർക്ക് ചെയ്യാം. അടുത്തത് മുന്നാർ. മുന്നാർ എവിടെയാണ്? ഇടുക്കിയിൽ. അപ്പോൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ചെറിയൊരു അംബ്രല്ല വരയ്ക്കുക. അപ്പോൾ ഇത്രയും ചെയ്താൽ നിങ്ങൾക്കതിനുള്ള ഫുൾ മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, പുട്ട് ടിക്ക് മാർക്ക് ഫോർ ദ ഡിസ്ട്രിക്ട്സ് ഇൻ കേരള വിച്ച് ഡു നോട്ട് ഹാവ് റെയിൽവേസ്. അപ്പോൾ റെയിൽവേസ് ഇല്ലാത്ത ഡിസ്ട്രിക്ട്സ് ഏതൊക്കെയാണ് കേരളത്തിലെ? 2 ഇടുക്കി, വയനാട്. Activity 6, magic balloon. A balloon fitted with water is fixed in a bottle. What changes will happen if this bottle is held erect? So you can see that picture. Now the question is, will water from balloon fall to the bottle? അപ്പം ബോട്ടിൽ നമ്മൾ ഇനി ബോട്ടിൽ നേരെ കറക്റ്റായിട്ട് വെക്കാൻ പോവുകയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബലൂണിലുള്ള വാട്ടർ ബോട്ടിലേക്ക് വരുമോ? വരും. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് യെസ് എന്നാണ്. ആ ഫസ്റ്റ് ആൻസർ യെസ് എന്നാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ ബലൂൺ? വൈ? അപ്പം ഈ ബലൂണ് വെള്ളമെല്ലാം ബോട്ടിലേക്ക് പോകും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ബലൂൺ ഷ്രിങ്ക് ചെയ്യണ്ടേ? പക്ഷേ ആ ബലൂൺ ചെറുതാകുന്നില്ല. കാരണം എന്താണ്? ആ ബോട്ടിലുണ്ടായിരുന്ന എയറൊക്കെ ബലൂണിലേക്കും വരും. മനസ്സിലായോ? സോ ഇറ്റ് ഡസ് നോട്ട് ഷ്രിങ്ക്. അപ്പം നമ്മൾ എഴുതണം, ദ എയർ ഫ്രം ദ ബോട്ടിൽ എൻറ്റേഴ്സ് ദ ബലൂൺ, സോ ഇറ്റ് ഡസ് നോട്ട് ഷ്രിങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ദ റെക്കോർഡ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. അപ്പം നമ്മൾക്ക് എക്സ്പെരിമെൻറ്റ് എങ്ങനെ എഴുതാം? എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ ആൻഡ് ഫിക്സ്ഡ് ടു എ ബോട്ടിൽ അപ്സൈഡ് ഡൗൺ. When the bottle is turned upright or erect, water from the balloon flows into the bottle and air from the bottle enters the balloon. So the balloon does not shrink. നമുക്ക് പറയാൻ വേണമെങ്കിൽ water, air, etc. occupy space. അല്ലേ? We have learned that matter occupy space. Thank you for watching. Please like, share and subscribe. Bye-bye.